ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. സോ നാളെയാണ് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ എക്സാം നടക്കാൻ പോകുന്നത് അല്ലേ. നമുക്കൊരു കിഡിലൻ ക്വസ്റ്റ്യൻ അങ്ങ് പഠിച്ചാലോ? എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു ഏരിയ ആണ് പാർലമെന്റ് എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ ആണ്, അല്ലെങ്കിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇതിന് രണ്ട് സഭകളുണ്ട്. ഒന്നാമത്തേതാണ് ലോക്സഭ അല്ലെ. ലോക്സഭയെ നമ്മൾ എന്താ ലോവർ ഹൗസ് എന്ന് പറയും, അല്ലെങ്കിൽ അധോ മണ്ഡലം എന്നും പറയും അല്ലെ. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോ മണ്ഡലമാണ് ലോക്സഭ, അല്ലെങ്കിൽ ലോവർ ഹൗസ് ആണ്. പിന്നെ ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരമാണ് ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നത്. അതായത് ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം എന്ന് പറഞ്ഞാൽ എന്താ, ജനങ്ങൾ നേരിട്ടാണ് എം പിമാരെ സെലക്ട് ചെയ്യുന്നത്. കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും അല്ലെ. ഇപ്പൊ റീസെന്റ് ആണ് ലോക്സഭ ഇലക്ഷൻ നടന്നത്. നമ്മുടെ നരേന്ദ്രമോദി പിന്നെയും പ്രധാനമന്ത്രിയൊക്കെ ആയി. 25 വയസ്സാണ് ലോക്സഭ എം പി ആയിട്ട് മത്സരിക്കാനുള്ള മിനിമം പ്രായം. 25 വയസ്സുള്ള ഏതൊരു പൗരനും ലോക്സഭ എം പിയുടെ ഇലക്ഷന് മത്സരിക്കാൻ പറ്റും. ആ കാര്യം നോട്ട് ചെയ്ത് വെക്കണേ. പിന്നെ ലോക്സഭയുടെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 550 സീറ്റുകളാണ്. 550 സീറ്റിൽ ഇപ്പം 543 സീറ്റിലെ ആളുകളുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പരമാവധി സീറ്റാണ്, പരമാവധി അംഗബലമാണ് 550 എന്ന് പറയുന്നത് കേട്ടോ. ഇവരെല്ലാവരെയും ഈ ജനങ്ങൾ തന്നെ നേരിട്ട് ഇലക്ഷനിലൂടെ എന്താ പറയുക എലക്ട് ചെയ്യാണ്. ഓക്കെ. പിന്നെ ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിക്കോ മുന്നണിക്കോ ആണ് സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുക. ഞാനിപ്പോൾ പറഞ്ഞല്ലോ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായി. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇലക്ഷൻ നടന്നപ്പോൾ നരേന്ദ്രമോദിയുടെ പാർട്ടി ആയിട്ടുള്ള BJPക്കും അതുപോലെ തന്നെ അവരുടെ അലയൻസ് ആയിട്ടുള്ള NDAക്കും ഭൂരിപക്ഷമുള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദി പിന്നെയും പ്രധാനമന്ത്രി ആയത്. ആ കാര്യം കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പിന്നെ ലോക്സഭയിൽ എപ്പോഴാണോ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ അപ്പൊ പ്രധാനമന്ത്രി രാജിവെച്ച് അധികാരം ഒഴിയേണ്ടതാണ് കേട്ടോ. പിന്നെ ഓരോ ലോക്സഭാ എം പിയുടെയും കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. 5 വർഷത്തേക്കാണ് നമ്മളൊരു എം പിനെ എലക്ട് ചെയ്ത് വിടുന്നത്. പിന്നെ ലോക്സഭയുടെ അധ്യക്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, സ്പീക്കറാണ് കേട്ടോ. സ്പീക്കറാണ് ലോക്സഭാ അധ്യക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലോക്സഭയിൽ കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ രാജ്യസഭയെ കമ്പയർ ചെയ്യുമ്പോൾ ലോക്സഭയ്ക്ക് കുറച്ചധികം പവറുകളുണ്ട്. ഈ മണി ബില്ല്, അതായത് ധനബില്ല്, അതേപോലെ അവിശ്വാസ പ്രമേയം, നോൺ കോൺഫിഡൻസ് മോഷൻ ഒക്കെ അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. അപ്പൊ ലോക്സഭ എല്ലാവർക്കും സെറ്റായി എന്ന് വിചാരിക്കുകയാണ്. ലോക്സഭയുടെ കാർപ്പറ്റിന്റെ കളർ ഗ്രീനും കൂടെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ലോക്സഭയെ കുറിച്ച് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സഭയായിട്ടുള്ള രാജ്യസഭയിലേക്ക് പോവാം. രാജ്യസഭയെ നമ്മൾ എന്താണ് അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്, അല്ലെങ്കിൽ ഉപരിസഭ, അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് ദ സ്റ്റേറ്റ്സ് എന്നൊക്കെ പറയും. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നാണ് ഇതിന് മലയാളത്തിൽ പറയാം. ഓക്കെ, 30 വയസ്സാണ് രാജ്യസഭ ഇലക്ഷനിലേക്ക് മത്സരിക്കാനുള്ള ഒരാളുടെ മിനിമം പ്രായം എന്ന് പറയുന്നത് 30 വയസ്സാണ് കേട്ടോ. പിന്നെ ലോക്സഭ പോലെയല്ല, രാജ്യസഭ ഒരു പെർമനന്റ് ഹൗസ് ആണ്, ഒരു പെർമനന്റ് ബോഡിയാണ് കേട്ടോ. ആ കാര്യം നോട്ട് ചെയ്ത് വെക്കണേ. പിന്നെ ഓരോ എം പിയുടെയും കാലാവധി എന്ന് പറയുന്നത് ഇവിടെ 6 വർഷമാണ്. പക്ഷേ ഈ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും റിട്ടയർഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, 2 വർഷം കൂടുമ്പോഴും വിരമിക്കും. ആ ഒഴിവിലേക്കാണ് പിന്നെ ഇലക്ഷൻ നടക്കുന്നത്. ഈ ഇലക്ഷനിൽ ആരൊക്കെയാ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നറിയോ? രാജ്യസഭയിലേക്കുള്ള MLA മാർക്ക് മാത്രമേ വോട്ടവകാശം ഉള്ളൂ കേട്ടോ. നമുക്ക് സാധാരണ ജനങ്ങൾക്ക് വോട്ടവകാശം ഇല്ല. അതാണ് ഞാൻ പറഞ്ഞ ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണെന്നുള്ള കാര്യം. പിന്നെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 250 ആണ് രാജ്യസഭയുടെ. അതിൽ 238 പേരെ ഇലക്ഷനിലൂടെയും 12 പേരെ ഇന്ത്യൻ രാഷ്ട്രപതി എന്താ നോമിനേറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് നാമനിർദ്ദേശം, അതെന്താ നോമിനേഷൻ കൊടുക്കുക. ഓക്കെ, നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യും. ഓക്കെ, രാഷ്ട്രപതി ഒരു 12 പേരെ സെലക്ട് ചെയ്തിട്ട് അവർ MP ആക്കും. അത് കല, കായികം, അങ്ങനെ കുറേ മേഖല അല്ലെ, ലിറ്ററേച്ചർ, അതിനൊക്കെയുള്ള ആളുകളെയാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പിന്നെന്താ, ഈ അഖിലേന്ത്യാ സർവീസ്, അതായത് ഓൾ ഇന്ത്യ സർവീസ് സൃഷ്ടിക്കുന്നതിൽ ലോക്സഭയെക്കാട്ടും പവർ ഉള്ളത് രാജ്യസഭയ്ക്കാണെന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ രാജ്യസഭയ്ക്കാണ് പവർ ഉള്ളത് എന്നുള്ള കാര്യം. അതാണ് ഇവിടെ പറയുന്നത്. രാജ്യസഭ ഈസ് വെസ്റ്റഡ് വിത്ത് ദ പവർ ടു മാൻഡേറ്റ് ദ പാർലമെന്റ് ടു ക്രിയേറ്റ് ന്യൂ ഓൾ ഇന്ത്യ സർവീസ്. ഈ അഖിലേന്ത്യാ സർവീസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ രാജ്യസഭയ്ക്കാണ് പവർ ഉള്ളത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നോക്കണം. പിന്നെ നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് ഇതിന്റെ അധ്യക്ഷൻ, വൈസ് പ്രസിഡന്റ് ആണ് ഇതിന്റെ അധ്യക്ഷൻ. പിന്നെ ഇതിന്റെ കാർപ്പറ്റിന്റെ കളർ എന്ന് പറയുന്നത് റെഡും കൂടിയാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ സെറ്റാണടാ. നമ്മൾ ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാന്ന് പറഞ്ഞേ, അതുപോലെ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാ? ഉപരാഷ്ട്രപതിയാണ്. സോ എല്ലാവരും ഇതേപോലുള്ള കിടിലൻ ചോദ്യങ്ങളുമായിട്ട് ഞാൻ ഇനിയും കാണാൻ വരും. ബൈ.